മുട്ടനടി യമണ്ടനടി അനുമോൾ കരഞ്ഞു നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷാനവാസാണ് കരയിപ്പിച്ചത്. മനഃപൂർവ്വം അനുമോളെ കരയിപ്പിച്ച് പണി വാങ്ങി സ്വന്തം കുഴി കുഴിച്ച് അതിൽ വീണിരിക്കുകയാണ്. അക്ബറും അപ്പാനിയും കൂടെ എടുത്ത് പഞ്ഞി കെട്ടി കളഞ്ഞു ഷാനവാസിന്. കാരണം കള്ളി, പിന്നെ നീ കള്ളം പറയുന്നവളെ, ലോകത്തെ മുഴുവൻ ഡോക്ടേഴ്സിനെ ആക്ഷേപിക്കുന്നവളെ എന്നൊക്കെ പറഞ്ഞ് ആവശ്യമില്ലാത്തൊരു ടോപ്പിക്ക് വലിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കി. അവസാനം ഷാനവാസ് പെട്ടു. ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്തോ. കണ്ടന്റ് വേണമെങ്കിൽ ഇത്രയും നല്ല രീതിക്ക് ചെയ്യാറുണ്ട്. ഇത് വളരെ മോശം രീതിയായിപ്പോയി. കാരണം അതിപ്പോ ഷാനവാസിന് തന്നെ നെഗറ്റീവായി മാറത്തേ ഉള്ളൂ. വല്ല കാര്യം ഉണ്ടായിരുന്നോ, നീ കുങ്കുമപ്പൂവിലെ രുദ്രനല്ല, രുദ്രനായിട്ടൂടെ കളിക്കാനെന്ന് നോക്കണ്ടെന്ന് പറയുന്നുണ്ട്. ഷാനവാസ് കാണിച്ച വളരെ ഒരു എന്താ പറയുക മോശം പരിപാടിയായി പോയി. ഒട്ടും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള ഒരു പരിപാടിയായിട്ടാണ് എനിക്കത് കണ്ടിട്ട് തോന്നിയത്. ഇപ്പോൾ ലൈവിനകത്ത് മുട്ടനടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസ് തന്നെ പറയുന്നു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, നിങ്ങൾ എന്തൊക്കെയാ ഇവിടെ കാണിക്കുന്നേ, എനിക്കൊന്ന് പറഞ്ഞതാ എന്നൊക്കെ ചോദിക്കാൻ. അതിന് ഭയങ്കര കരച്ചിലാണ് സംഭവം. അനീഷും ഇതിന്റെ കൂട്ടത്തിൽ വഴക്കുമായിട്ട് വരുന്നുണ്ട്. എന്താണ് ലൈവിൽ നടക്കുന്ന സംഭവം, അതിനെക്കുറിച്ച് ലൈവ് അപ്ഡേറ്റ് ലൈവ് കാണാത്തവർക്ക് പറഞ്ഞു തരാനായിട്ടാണ് വന്നിരിക്കുന്നത്. രാവിലെ 9 മണി മുതൽ 10:45 വരെയുള്ള ലൈവ്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. പ്രശ്നം വേറൊന്നുമല്ല, അനുമോള് ക്യാമറ നോക്കിയിട്ട് വയ്യാത്ത കാര്യം പറഞ്ഞ് മെഡിസിൻ ചോദിക്കുന്നു. ഇതേ സമയം തന്നെ ഷാനവാസ് ഇത് കേട്ടിട്ട് അപ്പാനിക്കും വയ്യ, അവനും മെഡിസിൻ ഒന്ന് ചോദിക്കാൻ പറയുമ്പോഴത്തേക്ക് അത് വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഇത് ക്യാമറയിലില്ല, ഈ സാധനം ക്യാമറയെ കാണിക്കുന്നില്ല, ഇത് അവർ പറയുന്നതാണ്. ഇത് നമ്മുടെ ലൈവിൽ ഇതില്ല, ഇത് നമ്മൾ പറഞ്ഞ് കേൾക്കുന്ന സാധനമാണ്. ഞാൻ കണ്ടില്ല ലൈവിൽ, ഇനി എൻ്റെ കണ്ണിലുള്ള പ്രശ്നം ഉണ്ടെന്ന് ഞാൻ കണ്ടില്ല. അപ്പാനിയും അഭിശ്രയും പിന്നെ ആര്യനും അക്ബറും ഇവർ 4 പേരും കൂടെ ഇതേ സമയം നമ്മുടെ ബാത്റൂമിൽ നിന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആർക്കെതിരെ? അനീഷിനെതിരെ. അനീഷിന് എന്തെങ്കിലും മിണ്ടാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ മാത്രം നിന്ന് അത് വേറെ എതുവും പറയണ്ട, ഒന്നുമേ പറയണ്ട. അപ്പോഴേ നമ്മൾ അവന്റെ ഗെയിം പൊളിക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഇവർ മോശ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവർ അവന്റെ ഗെയിം പൊളിക്കാൻ പോകുമ്പോഴത്തേക്കും അനീഷിനാണ് അത് ഉപയോഗമായിട്ട് മാറുന്നത്. ഈ മന്ദബുദ്ധികൾക്ക് അത് മനസ്സിലാവുന്നുമില്ല. ഇതുങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വേല ഈ അനീഷിനെതിരെ പട രൂപീകരിക്കുന്നു. ഞാൻ പറഞ്ഞില്ല, അക്ബർ ഈ അപ്പാനി എവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും. സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ഈ ബിഗ് ബോസ് കണ്ടിട്ട് എനിക്ക് മനസ്സിലായത് ബോയ്സ് വേഴ്സസ് ഗേൾസ് ടീം ഇതിനകത്ത് വരണമായിരുന്നു. കാരണം ഇതിനകത്ത് അങ്ങനെയാണ് ടീം നിൽക്കുന്നത്. ആണുങ്ങളും പെണ്ണുങ്ങളും രണ്ടും സെപ്പറേറ്റ് ടീമുകളാണ്. ആണുങ്ങൾക്ക് മാത്രം. മെയിൻലി അപ്പാനി, അക്ബർ, ഷാനവാസ്, അഭിശ്രീ, പിന്നെ ഇവർ 4 പേര് ഒരുമിച്ചാണ് നിൽക്കുന്നത്. ഇവരുടെ ഇടയിൽ തന്നെ വഴക്കുണ്ടാവുന്നുണ്ടെങ്കിൽ പോലും ഇവർ 4 പേരുടെ സ്റ്റേറ്റ്മെന്റുകൾ മിക്കപ്പോഴും ഒരു സാധനമാണ്. അപ്പാനി എന്തെങ്കിലും എടുത്ത് പറയും, ബാക്കിയുള്ളവർ കൂടെ അങ്ങ് നിൽക്കും. എന്ത് തെറ്റായി കഴിഞ്ഞാലും. ഇതിനിടയ്ക്ക് അഭിശ്രീയുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അഭിശ്രീയും ആര്യനും കൂടി ഒരു വഴക്കാവുന്നുണ്ട്. എന്തോ സംസാരിച്ച് വരുമ്പോഴത്തേക്കും നിസ്സാരം. ഇത് മൊത്തം ലൈവ് കാണാൻ പറ്റുന്നില്ല, അതാണ് പ്രശ്നം. കാരണം ലൈവിനകത്ത് മൾട്ടി ക്യാമറ അല്ലല്ലോ, ഒരൊറ്റ ക്യാമറ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അറിയാനും പറ്റുന്നില്ല എന്താണ് പ്രശ്നം, എവിടെയാണ്. കാരണം ഒരു ക്യാമറയിൽ നടക്കുന്ന സാധനം നമ്മൾ കാണത്തില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് അടുത്ത ക്യാമറയിലോട്ട് കയറി വരുമ്പോഴാണ് എന്തോ ഒരു ഉടക്കം നടക്കുന്നു. അതിന്റെ ബാക്കിയാണെന്ന് കഴിഞ്ഞ വർഷത്തെ ലൈവ് പോലല്ല. ഭയങ്കര നമുക്കൊന്നും മനസ്സിലാവൂല സാധനം. കാരണം എന്തിനാണ് ഈ അടി തുടങ്ങിയത് എവിടെയാണെന്ന് പിന്നീട് അവർ പറയുമ്പോൾ ആ വിഷ്വൽ നമ്മൾ കാണുന്നെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ലൈവ് കാണുന്നവർക്ക് പോലും ഒന്നും മനസ്സിലാവാത്ത രീതിയിലാണ് ഇപ്പൊ ലൈവ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ പറയുന്ന ആര്യനും അഭിശ്രീയുടെ മൊട്ടം വഴക്കാവുന്നുണ്ട്. എന്ത് കാര്യത്തിനാണെന്നുള്ളത് ആ ലൈവിലില്ല. എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആര്യനല്ല അഭിശ്രീ എന്നുള്ള സംസാരം കാണിക്കുമ്പോൾ നീ എന്തിനാണ് എൻ്റെ ദേഹത്ത് തുപ്പുന്നോടെ, മറ്റവനെ മറിച്ചവനെ എന്ന് പറഞ്ഞ് 2 പേരും കൂടി നല്ല ശകടയാകുന്നുണ്ട്. ഒരുവിധം അതൊന്നും സോർട്ട് ഔട്ടൊന്നും ആവുന്നില്ല. എന്നാലും ഒരുവിധം സോർട്ട് ഔട്ട് ആക്കിയിട്ട് ആര്യൻ്റെ അടുത്ത് നമ്മുടെ അക്ബറും അപ്പാനിയും എല്ലാവരോടും പറഞ്ഞു കൊടുക്കുകയാണ്, നീ ഇനി അലക്കുമ്പോഴത്തേക്ക് ഈ വ്യക്തമായിട്ട് പറയണം, ഈ ചാടി നിൽക്കരുത്. അതൊരു ഗുഡ് പോയിന്റ് ആണ്. ആര്യൻ ഇന്നലെ നമ്മളെ റിവ്യൂവിൽ പറഞ്ഞ പോലെ തന്നെ ആര്യനല്ല അഭിശ്രീ. അപ്പൊ അഭിശ്രീ പോയിട്ട് ഈ ഉടക്കുണ്ടാക്കുമ്പോഴത്തേക്കുള്ള ആ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നീ ഉടക്കുണ്ടാക്കിക്കോ, പക്ഷെ നീ സമാധാനപരമായിട്ട് നീ ചാടിത്തുള്ളാൻ നിൽക്കാതെ നീ സംസാരിക്കണം. ഓക്കെ, ആ ടോപ്പിക് അവിടെ കഴിയുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്താണ് ഈ പറയുന്ന ഇവരെല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷാനവാസ് അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, എടാ അപ്പാനി, നിന്നെ പറ്റി അനുമോള് പറഞ്ഞു, നിന്നൊക്കെ ഒരു കുഴപ്പമില്ല, നീ കള്ളത്തരമാണ് കാണിക്കുന്നത്, നീ ഫേക്ക് ആണെന്നുള്ള സാധനം പറഞ്ഞു എന്ന് പറയാം. നീ വന്ന് ചോദിക്കേ, വേണ്ട വിട്ടുകാർ ഉള്ളത് തന്നെ നീ വന്ന് ചോദിരി, അനുമോളെ വന്ന് ചോദിരി എന്ന് പറഞ്ഞുകൊണ്ട് അനുമോളുടെ അടുത്തോട്ട് വിളിച്ചോണ്ട് വരുന്നു. എന്നിട്ട് അവിടെ നിർത്തിയിട്ട് ഷാനവാസ് പറയണം, നീ എന്താ പറഞ്ഞത്? അത് അപ്പാനി ചേട്ടൻ്റെ വയ്യാത്ത കാര്യം, മരുന്ന് ഈ കാര്യമാണ് എന്ന് അനുമോൾ പറയുന്നു. അപ്പോഴത്തേക്കും എനിക്ക് നല്ല പെടലി വേദന ഉണ്ട്, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മരുന്ന് ചോദിച്ചത്. അപ്പൊ ഇങ്ങനെ നിസ്സാര കാര്യങ്ങൾക്കൊന്നും ചോദിച്ചാൽ മരുന്ന് തരത്തില്ല ചേട്ടാ. അപ്പോഴത്തേക്കും അപ്പാനി പറയണം, അത് എനിക്ക് ഒട്ടും വയ്യ, ഞാൻ ആയുർവേദ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനുമോൾ പറഞ്ഞു, ചേട്ടാ ഇതെങ്ങനെ മെഡിസിൻ കഴിച്ചാൽ മാറുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞാനൊക്കെ ഇങ്ങനെ ആവി പിടിക്കുകയാണ് ചെയ്യുന്നത്, ആവി പിടിക്കുമ്പോൾ മാറുമല്ല, നമ്മൾ മരുന്നൊക്കെ എപ്പോഴും കഴിച്ചു കഴിഞ്ഞാൽ ശരിയൊന്നും ആവത്തില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ഷാനവാസ് ചോദിക്കുകയാണ്,
മരുന്ന് കഴിച്ചാൽ ശരിയാവില്ല, പിന്നെ ഡോക്ടേഴ്സ് ഒക്കെ അവിടെ ഇരിക്കുന്ന എന്തിനാണ്? അപ്പൊ അനുമോൾ പറഞ്ഞു അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ, ഇത്രേ ചോദിക്കുന്നുള്ളൂ. ഷാനവാസ് അതിൽ കയറി പിടിക്കുന്നു, എന്തെങ്കിലും കൊടുക്കണ്ടേന്നോ? ആഹാ നീ അങ്ങനെ പറഞ്ഞല്ലേ, ഡോക്ടർമാർ അധിക്ഷേപിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും അടുക്കളയിൽ ഈ വിഷയം കേൾക്കുന്നു. അപ്പൊ ബിന്നി പറഞ്ഞു ഞാൻ ഒന്ന് പോയി നോക്കിയിട്ട് വരട്ടെ ചേച്ചി, എന്തോ വഴക്ക് കിടക്കുന്നു. ബിന്നി നേരെ ഇങ്ങോട്ട് വരുന്നു, എന്താ പ്രശ്നം? അപ്പൊ അക്ബറും മറ്റൊരിടത്തുനിന്ന് വരുന്നു. അക്ബറിന്റെ വൈഫ് ഡോക്ടറാണ്, ബിന്നിയും ഡോക്ടറാണല്ലോ. അപ്പൊ അക്ബർ വരുമ്പോഴത്തേക്കും ഷാനവാസ് പറഞ്ഞു ഇവർ പറഞ്ഞു ഡോക്ടർമാർ ഇതെല്ലാം ചെയ്യുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണെന്ന്. അപ്പോഴത്തേക്കും ഡോക്ടർമാർ വെറുതെയാണ് ഈ മരുന്നുകളെല്ലാം കൊടുക്കുന്നതെന്നാണ് പറയുന്നത് എന്നുള്ള സാധനം ഈ പറയുന്ന ആര് പറയുന്നു, നമ്മുടെ എന്നുള്ള സാധനം ഈ ഷാനവാസ് പറയുന്നത്. അപ്പൊ ഈ ഷാനവാസ് പറയുന്ന ഈ സ്റ്റേറ്റ്മെന്റിനെ ചുറ്റിപ്പറ്റി ബിന്നിയും അക്ബറും കൂടി അനുമോളെ കണ്ടിന്യൂസ് നീ അങ്ങനെ പറഞ്ഞോ, അത് തെറ്റാണ്, ഞാൻ പറയാൻ പറ്റും. അനുമോൾ പറഞ്ഞു ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, കുറെ നേരം ഈ ഷാനവാസിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ ഭയങ്കര പ്രൊവോക്ഡ് അല്ല, എന്തിനാണ് ഈ കണ്ടന്റ് ഉണ്ടാക്കുന്നത് നമുക്ക് തന്നെ കാണുമ്പോൾ സംശയം. കാരണം ഒരാവശ്യമില്ലാത്ത ചുമ്മാ ഇരിക്കുന്ന ആളെ പിടിച്ചു വെച്ച് എന്തൊക്കെയോ ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, നേരെ പിന്നീട് അത് ഭയങ്കര വിഷയമാവുന്നു. ഈ സംഭവം അനുമോൾ പറഞ്ഞു ഞാൻ പറയുന്നത് കേക്ക്, ഇത് ആരും സമ്മതിക്കുന്നില്ല. ചുറ്റും അക്ബർ നിൽപ്പുണ്ട്, അഭിശ്രീ നിൽപ്പുണ്ട്, നമ്മുടെ ഷാനവാസ് നിൽപ്പുണ്ട്, ബിന്നി നിൽക്കുന്നുണ്ട്. അപ്പൊ അനു നീ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. എന്റെ ബിന്നി ഞാൻ പറഞ്ഞില്ല, ഞാൻ പറയുന്നത് നിങ്ങൾ കേക്ക്. ആരും കേൾക്കാൻ തയ്യാറാവുന്നില്ല, എല്ലാവരും അനുമോളുടെ മണ്ടയിലോട്ട് കയറാണ്. സംസാരിക്കാൻ സ്പേസ് കൊടുക്കുന്നില്ല. അനുമോൾക്ക് സംഭവം കൺവേ ചെയ്യണമെന്നുണ്ട്, പറഞ്ഞ കാര്യം ഷാനവാസാണ് ഇതിനിടയ്ക്ക് കുത്തിത്തിരുത്തി പരദൂഷണമാക്കി വിട്ടുകൊടുത്തത്. അപ്പോൾ അനുമോൾ എന്ത് ചെയ്യുന്നു, നേരെ അവിടെ നിന്ന് ഒരു നിവർത്തിയില്ലാതെ അവസാനം പൈസയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പാനിയാണെങ്കിൽ സ്ഥലത്തുമില്ല, അപ്പാനിയുടെ അടുത്താണ് സാധനം പറഞ്ഞത്, അപ്പാനി വേറെ ബാത്റൂമിൽ എന്തോ പോയി. അനുമോൾ നേരെ കരഞ്ഞുകൊണ്ട് അവിടെ പോയി വേറെ അടുത്ത് പോയിരുന്ന് കരയാൻ തുടങ്ങി, ഭയങ്കര കരച്ചില്. പിന്നെ അങ്ങനെ ഒന്നും പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരെ ഗാർഡൻ ഏരിയയിൽ പോയി. ഇപ്പൊ ഷാനവാസ് പിറകെ പോയിട്ട് എൻ്റെ പൊന്നു മോളെ നിനക്ക് ഇത്രയേ ഉള്ളൂ വന്നേ, അപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ കരയൂല എന്ന് പറഞ്ഞ് വന്നതാണ്, അപ്പൊ എന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞു എനിക്ക് സങ്കടം വരൂലേ, ഞാൻ കരയൂലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അനുമോൾ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഷാനവാസ് ഒരു വിധത്തിൽ ആശ്വസിപ്പിക്കുകയാണ്. അപ്പൊ നീ ഇങ്ങനെ ഞാൻ നിന്നെ ഇങ്ങനെ പറഞ്ഞതല്ലേ, എനിക്ക് എത്രയോ നാളായിട്ട് അറിയാന്നുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അപ്പാനി ഇപ്പോഴാണ് വാഷ്റൂമിൽ നിന്നൊക്കെ വരുന്നത്. അപ്പാനി വരുന്നു, അഭിശ്രീ വരുന്നു, അക്ബർ വരുന്നു, എല്ലാവരും വരുമ്പോഴത്തേക്കും അനുമോള് ചോദിക്കണം ഞാൻ ചേട്ടാ നിങ്ങളുടെ ഞാൻ അങ്ങനെ പറഞ്ഞോ, പറ ഞാൻ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഡോക്ടേഴ്സ് ഇങ്ങനെ ചെയ്തെന്നുള്ള കാര്യം പറഞ്ഞു. ബിന്നിയൊക്കെ അവിടെ ഉണ്ട്, എന്തെങ്കിലും കേട്ട് അവർ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്ന ആളുകളാണ്, എന്തെങ്കിലും കിട്ടാൻ വേണ്ടി. ഞാൻ അങ്ങനെ പറഞ്ഞോ? അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇവള് പറഞ്ഞിട്ടില്ല. ആര്? അനുമോള് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഡോക്ടേഴ്സ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടില്ല, അവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ എന്നാണ് പറഞ്ഞത്. എന്റെ പൊന്നെ ഷാനവാസിന്റെ കള്ളം വെളിച്ചത്തായല്ലോ. അക്ബർ, അപ്പാനി എല്ലാവരും ഇവിടെ എടുത്തിട്ട് അങ്ങ് ഓരോറ്റ ഉടുപ്പാണ്. മാത്രമല്ല പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് അനുമോള് ആദ്യം പറഞ്ഞു വന്ന് ഷാനവാസ് ഇവരെല്ലാവരും വരുമ്പോൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് പറയുവാണ്. അപ്പോൾ പറഞ്ഞിട്ടില്ല, അനുമോൾ അങ്ങനെ ഒരു വേർഡ് പറഞ്ഞിട്ടില്ല എന്ന് അപ്പാനി പറയുന്നു. എല്ലാവരും കൂടെ എടുത്ത് ഷാനവാസിനെ ഉടുത്ത് അത് ഭയങ്കര പ്രശ്നമായി. അക്ബർ അതിന് ശേഷം നീ കുങ്കുമപ്പൂല രുദ്രനൊന്നും അല്ല ഇവിടെ കേട്ടാ, നീ മര്യാദയ്ക്ക് നിന്നാ മതി, നീ ഇവിടെ നിന്നാ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ തമ്മിലൊരു പൂര വഴക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അനുമോളുടെ പ്രശ്നം സോർട്ട് ഔട്ട് ആണ്. അനുമോളുടെ നിരപരാധിത്വം അവിടെ തെളിഞ്ഞു. പക്ഷെ ഷാനവാസിനെ നമ്പാൻ കൊള്ളില്ല എന്നൊരു സാധനം അക്ബറിനും അപ്പാനിക്കും അഭിശ്രീക്കൊക്കെ മനസ്സിലായി. കാരണം ഇവൻ കുത്തിത്തിരിപ്പ്, റിയാലിറ്റി ഇല്ല, കുത്തിത്തിരിപ്പ് ആ പരിപാടി. ലാലേട്ടൻ്റെ പരദൂഷണം കാർഡ് വെച്ചാണ് ഷാനവാസ് കളിക്കുന്നതെന്നാണ് ഇപ്പൊ അതിനകത്ത് അവർക്ക് ഏതാണ്ട് ഭൂരിപക്ഷം ആൾക്കാർക്ക് മനസ്സിലായി. എനിക്ക് തോന്നുന്നു അനുമോൾ ഇനി എന്തായാലും ഷാനവാസിനെ അടുപ്പിക്കുക. അനുമോൾക്ക് മതിയായി. ഷാനവാസ് കാണിക്കുന്ന സാധനം അക്ബറിനും അപ്പാനിക്ക് ഭയങ്കര കണക്റ്റായി. ഇവനെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റത്തില്ല എന്നുള്ളത്. പക്ഷെ കൂട്ടത്തിൽ കൂടി നിന്ന് യൂസ് ചെയ്യുമായിരിക്കും, പക്ഷെ ഇനി കൂട്ടത്തിൽ കൂട്ടുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഇതിനകത്ത് നടന്നിട്ടുള്ള ഇൻസിഡന്റ് ആണ്. ബിഗ് ബോസ് എല്ലാവരും ഗാർഡൻ ഏരിയയിലേക്ക് മോർണിംഗ് ആക്ടിവിറ്റിക്ക് വിളിച്ചിട്ട് ഇതിവിടെ എന്തൊക്കെയാണ് രാവിലെ നടക്കുന്നത്, മൊത്തം ഡ്രാമയാണല്ലോ, സ്ക്രിപ്റ്റ് ആണോ എന്ന് എല്ലാവരും ചോദിക്കും. ഇപ്പൊ എനിക്ക് കണ്ടിട്ട് നിങ്ങൾ ഇവിടെ കാണിക്കുന്ന സ്ക്രിപ്റ്റ് ആണോ എന്നാണ് തോന്നുന്നത്. അനുമോളെ നിന്റെ ചുണ്ടിൽ എവിടെ നീ ലിപ്സ്റ്റിക്ക്, അത് ബിഗ് ബോസ് പിന്നെ സംസാരിക്കാം. തൽക്കാലം നിങ്ങൾ രാവിലെ നടന്ന സാധനങ്ങളൊക്കെ ഇവിടെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യും, ഞാൻ കാണട്ടെ ഇവിടെ മോർണിംഗ് മുതൽ നടന്ന വിഷയങ്ങൾ. അങ്ങനെ അനീഷ് രാവിലെ ഗുഡ് മോർണിംഗ് വിഷയം, സുപ്രഭാതം, അനുമോളുടെ വിഷയം എല്ലാം അവിടെ പലരും അഭിനയിച്ച് കാണിക്കുകയാണ്. അപ്പൊ അനീഷ് എന്നെ നിങ്ങളിവിടെ മോശമായിട്ട് ചിത്രീകരിച്ചു, ഞാൻ ഇത്രയും റിയാക്ഷൻ ഇട്ടില്ല, ഞാൻ ഇങ്ങനെ പെരുമാറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ വഴക്ക് നടക്കുവാണ്. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ബിഗ് ബോസ് കഴിഞ്ഞല്ലോ പിരിഞ്ഞു പൊയ്ക്കോളൂ, മതിയാക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് അവിടെ നിന്ന് പോകാൻ പറയുന്നു. ഇത്രയാണ് 10:45 വരെയുള്ള സംഭവങ്ങൾ. ഇനി ബാക്കി കാര്യങ്ങൾ വഴിയെ പറഞ്ഞു തരാം കാണുന്നത് വെച്ചിട്ട്. അപ്പം ഇതുപോലത്തെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ലൈവ് കാണാത്തവർക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ബെല്ലൈക്കൺ ടേൺ ഓൺ ചെയ്ത് വെക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട്. അപ്പോൾ അതുവരേക്കും ബൈ.